ഈ പാകിസ്ഥാനിലെ സൈന്യത്തിന്റെ അപ്പർ ഹാൻഡിന് എന്താണ് കാരണം സാർ? കാരണം അവിടെ എല്ലാ കാലത്തും സൈന്യം തന്നെയാണ് രാജ്യത്തെ നിയന്ത്രിച്ചത്, ഇപ്പോഴും അത് തന്നെയാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയൊരു തമാശയോ കൗതുകമോ ഒക്കെ പറയാവുന്നത്, നമ്മുടെ പ്രതിരോധ മന്ത്രിയുമായിട്ട് അമേരിക്കയുടെ പ്രതിനിധി സംസാരിക്കുന്നു. പക്ഷെ അവിടെ സംസാരിക്കുന്നത് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയുമായിട്ടല്ല, അവിടുത്തെ ആർമി ചീഫുമായിട്ടാണ് സംസാരിക്കുന്നത്, അസീം മുനീറുമായിട്ടാണ് സംസാരിക്കുന്നത്. ഇതൊരു വലിയൊരു വൈരുദ്ധ്യമായിട്ട് തോന്നുന്നുണ്ട് പലപ്പോഴും. പിന്നെ പാകിസ്ഥാന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഈ സൈന്യത്തിന്റെ അപ്പർ ഹാൻഡ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ല. ചരിത്രപരമായി നോക്കുമ്പോൾ ഈ സൈന്യത്തിന്റെ ആധിപത്യം പാകിസ്ഥാനിൽ വരാൻ എന്താണ് കാരണമെന്ന് സാറിനൊന്ന് പറയാം? രാജേഷിൻ്റെ ചോദ്യം വളരെ അർത്ഥവത്താണ്. കാരണം രണ്ടും ഇൻക്ലൂഡിങ് സൈന്യം ഒന്നായിരുന്നു. ഒന്നായ ഒരു സംഭവം രണ്ടായി മാറിയതാണ്. അപ്പോൾ ഭാരതീയ സൈന്യവും പാകിസ്ഥാൻ സൈന്യവും രണ്ടും തുടക്കം ഒന്നാണ്, ഒരേ രീതിയിലാണ് പരിശീലിച്ചിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ പാകിസ്ഥാൻ രൂപീകരണത്തിന് ശേഷം അവിടുത്തെ ഭരണകർത്താക്കൾക്ക് വേണ്ട വിധത്തിൽ സൈന്യത്തെ ഉപയോഗിക്കാനും സൈന്യത്തെ നിയന്ത്രിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ പെറ്റി ക്വാറൽസിന് വേണ്ടി, അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ഭരണകർത്താക്കൾ പല സമയങ്ങളിലായിട്ട് പാകിസ്ഥാൻ സേനയെ ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈന്യം കാലക്രമേണ നിയന്ത്രണാതീതമാവുകയും എവിടെയൊക്കെ എപ്പോഴൊക്കെ ചാൻസ് കിട്ടിയിട്ടുണ്ടോ അവിടെയൊക്കെ അവർ ഭരണം പിടിച്ചെടുക്കാനും ശ്രമിച്ചിട്ടുമുണ്ട്, അതിൽ വിജയിച്ചിട്ടുമുണ്ട്. പാകിസ്ഥാൻ്റെ 75 വർഷത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ കൂടുതൽ കാലവും അവർ സൈന്യത്തിൻ്റെ പിടിയിലായിരുന്നു, സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ അതൊരു വിധി വൈപരീത്യം എന്ന് തന്നെ പറയാം. ഒന്നായിട്ട് തുടങ്ങിയ ഒരു രാഷ്ട്രം രണ്ടായി മാറുമ്പോൾ രണ്ട് വിധത്തിലുള്ള ഒരു ചുറ്റുപാടുകളാണ് നമ്മളവിടെ കാണുന്നത്. ഇതിന് വിധി വൈപരീത്യം എന്നല്ലാതെ എന്താണ് പറയുക?